ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് നസീമ, സ്ഥലം മുഖേരിയാണ്. മിഷൻ ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഭാഗമായിട്ട് നടത്തിവരുന്ന കളരി വർക്ക്ഷോപ്പിൻ്റെ ഇന്നത്തെ ഈ ഒരു സായാഹ്നത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് എലമെൻറ്റ്സ് വെൽനസിൻ്റെ ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റായ കഫ്നിലാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ആയുഷ് അംഗീകാരം കിട്ടിയ ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് നമ്മുടെ കഫ്നിൽ. നമ്മുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിർബന്ധമായിട്ടും വെച്ചിരിക്കേണ്ട ഒരു വലിയ ചെറിയ പ്രൊഡക്റ്റാണ് കഫ്നിൽ. ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്നായിരിക്കില്ല ചില സമയത്ത് ആളുകൾക്ക് തുമ്മൽ, ജലദോഷം, ചുമ ഒക്കെ വരുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് തണുത്ത ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടായിരിക്കാം, ചില ആളുകൾക്ക് പൊടിയൊക്കെ പാറുമ്പോൾ ആ സമയത്തുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ഒരു കഫ്നിൽ, എലമെൻറ്റ്സ് വെൽനസിൻ്റെ കഫ്നിൽ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്ന കഫ് സിറപ്പുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണ ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിച്ചിട്ട് കഫ് സിറപ്പ് വാങ്ങി കഴിക്കുമ്പോൾ ഡോക്ടർ തന്നെ പറയും മക്കൾ കഴിച്ചാൽ ചെറിയൊരു മയക്കം ഉണ്ടാകും, അത് സാരമില്ല എന്ന് പറയും. പക്ഷേങ്കിൽ അതിൽ അടങ്ങിയ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആൽക്കഹോളും സ്റ്റിറോയിഡുമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എത്രത്തോളം അതിൻ്റെ ഈ ഒരു ഇത് ഉണ്ട് എന്ന് വെച്ചാൽ ആൽക്കഹോളും സ്റ്റിറോയിഡും 4% അല്ലെങ്കിൽ 3%, ഈ രണ്ട് ആൽക്കഹോളും സ്റ്റിറോയിഡും കൂടി അടങ്ങിയിട്ടുണ്ട്. അത്രയും ശതമാനം ആൽക്കഹോളും സ്റ്റിറോയിഡാണ് ആ ഒരു കഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു കഫ് സിറപ്പിൽ എന്തില്ല, കഫിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ സ്റ്റിറോയിഡിൻ്റെ യാതൊരു അംശവും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ബിയറിന് സമാനമായ ഒരു കഫ് സിറപ്പാണ് നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സമയത്ത് മയങ്ങിപ്പോകുന്നത്. നമ്മൾ മുമ്പേ പത്രത്തിലൊക്കെ വാർത്ത വന്നത് കണ്ടതാണ് 16ഓളം കുട്ടികൾ ഇന്ത്യയിൽ നിന്ന് കയറ്റി വെച്ച കഫ് സിറപ്പ് കഴിച്ചിട്ട് മരണമടഞ്ഞു എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിൽ ആൽക്കഹോളും സ്റ്റിറോയിഡിൻ്റെ അംശം കൂടിയത് കൊണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിലൊക്കെ നിരോധിച്ചു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കഫ് സിറപ്പിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കഫം പൂർണ്ണമായിട്ടും ചുമച്ച് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കഫ്നിൽ. ഇതിൽ പ്രകൃതിദത്തമായ ചേരുവകളാണ് അടങ്ങിയിരിക്കുന്നത്. അതായത് പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് കൊഴിഞ്ഞിലുണ്ട്, ഇരട്ടി മധുരം, ത്രിഫല, കന്തകാരി, പുതിന, നീലപുഷ്പം, ആടലോടക എന്നിവയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൻറ്റുകളിൽ തന്നെ ബാക്ടീരിയാസിനെയൊക്കെ ചെറുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഈ കണ്ടൻറ്റിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ മക്കൾക്ക് എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നത് മുമ്പ് നമ്മൾ ആളുകളോടൊന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കുന്ന ആളുകളുണ്ടാവും അല്ലേ. എന്താ പറയുക, ന്യൂമോണിയൻ്റെ ചുമയൊക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ ഈ ഒരു കഫ് സിറപ്പ് കൊടുത്തതുകൊണ്ട് യാതൊരു ഗുണവും ലഭിക്കില്ല. അപ്പോൾ നമ്മൾ ചെറിയ മക്കൾക്ക്, അതായത് കൈക്കുഞ്ഞുങ്ങളായ മക്കൾക്കും അതുപോലെ തന്നെ കിടപ്പിലായ പ്രായമായ ആളുകളുണ്ടാവും അല്ലേ. പ്രായമായതല്ലാത്തതും ഒക്കെ ആളുകളുണ്ടാകും, കിടപ്പിലായ രോഗികൾ. അവർക്ക് കൊടുത്താൽ ഈ ചുമച്ചിട്ട് പുറത്തേക്ക് തുപ്പിക്കളയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അത് വീണ്ടും കഫം ഉള്ളിലേക്ക് തന്നെ പോയിട്ട് അവർക്ക് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങളായി തീരുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ ഈ ഒരു കഫ് സിറപ്പ് കൊടുക്കാൻ പാടില്ല. അല്ലാത്ത എല്ലാ ആളുകൾക്കും നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റാണ് നമ്മുടെ കഫ്നിൽ എന്ന് പറയുന്നത്. ഷുഗർ പേഷ്യൻറ്റിന് പോലും നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു, ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റാണ് കഫ്നിൽ. കഫ് സിറപ്പ് കഴിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ ഉണ്ടാകുന്നില്ല. നമുക്ക് മറ്റുള്ള നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിച്ചിട്ട് ഈ കഫ് സിറപ്പ് കഴിക്കുമ്പോഴൊക്കെ കുട്ടികൾക്കും വലിയവർക്കെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മയക്കവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും നമ്മുടെ ഈ ഒരു കഫ്നിൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്താൽ യാതൊരു ക്ഷീണമോ കാര്യങ്ങളോ സൈഡ് എഫക്റ്റോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കഫ്നിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ.